ഇന്നത്തെ വചനചിന്ത നാളേക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. 1994 മാർച്ചിൽ ഒരു വലിയ മഞ്ഞുകാറ്റ് അമേരിക്കയിലുണ്ടായി. മലനിരകളിൽ മഞ്ഞുകാറ്റ് അടിച്ചിറങ്ങി. ആ മലമുകളിൽ വേട്ടയ്ക്കിറങ്ങിയ പല സഞ്ചാരികളും ആ മഞ്ഞുകാറ്റിൽ അകപ്പെട്ട് കുടുങ്ങി. 4 ഡോക്ടർമാരും ആ പർവ്വതനിരകളിൽ എവിടെയോ കുടുങ്ങി. അവിടെ കുടുങ്ങിപ്പോയാലും തിരികെ വരുവാൻ ശക്തിയുള്ള അവരുടെ SUV അതിനുള്ളിൽ കുടുങ്ങിപ്പോയി. സെൽഫോണുകൾ അധികമില്ലായിരുന്ന ആ കാലത്ത് അവരെവിടെയാണെന്ന് പുറലോകത്തിന് അറിയില്ലായിരുന്നു. 2 ദിവസത്തെ മാത്രം ഭക്ഷണമാണ് അവർക്കുണ്ടായിരുന്നത്. 2-ാം ദിനം സന്ധ്യയാകുന്നു. അവരുടെ വാഹനം മഞ്ഞിൽ താഴ്ന്നു തുടങ്ങി. വെളിച്ചവും ഭക്ഷണവും ഇല്ലാതെയായി. അവരുടെ ധൈര്യം ചോരുവാൻ തുടങ്ങി. വിശപ്പും ക്ഷീണവും അവരെ അലട്ടുവാൻ തുടങ്ങി. ആ രാത്രിയിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് ധൈര്യമില്ലാതായിപ്പോയി. എല്ലാവർക്കും ജീവനുണ്ട്, എന്നാൽ അവർ ഇവിടെ അകപ്പെട്ട് കിടക്കുകയാണെന്ന് ലോകത്തിന് അറിയില്ലല്ലോ. എന്നാൽ പെട്ടെന്ന് അവരുടെ മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പറക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ വേഗതയിൽ വാഹനത്തിൻ്റെ പുറത്ത് കയറി ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. അവരുടെ കൈകൾ വീശി ഹെലികോപ്റ്ററിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ അവർ ശ്രമിച്ചു കൊണ്ടിരുന്നു. ആ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് അവരെ ഒടുവിൽ കണ്ടു. ആ ഡോക്ടർമാർ പ്രതീക്ഷയോടെ പരസ്പരം നോക്കി. ആ ഹെലികോപ്റ്ററിൽ നിന്നും ഒരു ബോക്സ് കയറിൽ അവർ ഇറക്കി വിട്ടു. ഇറങ്ങി വന്ന ബോക്സിനുള്ളിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പിൽ എഴുതിയ ഒരൊറ്റ വാക്ക് മാത്രമായിരുന്നു: ടുമാറോ, നാളെ. നാളെ ഒരു വാക്ക്, പ്രതീക്ഷ അടങ്ങിയിരിക്കുന്നു. അത് സകലതും മാറ്റി. അവരുടെ അന്തരീക്ഷം മാറി പറഞ്ഞു. അവരൊരു പാട്ടിൻ്റെ കോറസ് അവരുടെ ശബ്ദത്തിൽ അത്യുച്ചത്തിൽ ഉറക്കെ പാടുവാൻ തുടങ്ങി. അവർ ആ വാഹനത്തിൻ്റെ മുകളിൽ കയറി തുള്ളിച്ചാടുവാൻ തുടങ്ങി. അവർ പാടി: ടുമാറോ, ടുമാറോ, ഐ ലവ് യു ടുമാറോ, യു ആർ ആൾവേസ് എ ഡേ വേ. നാളെ, 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 ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നാളെ, നാളെ വരും ഒരു ദിനം മാത്രം അകലെയാണ്. സ്നേഹിത, ഒരുപക്ഷെ നാളെ എന്നത് താങ്കൾക്ക് അർത്ഥമില്ലാത്ത ഒരു ദിനമായിരിക്കാം. നാളെ നോക്കുവാനും കാത്തിരിക്കുവാനും യാതൊന്നും കണ്ടില്ല. നാളെ നോക്കുവാനും കാത്തിരിക്കുവാനും യാതൊന്നും കാണില്ല. അവിടെ താങ്കൾക്കായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയില്ല. നാളെ താങ്കൾക്കായി കാത്തിരിക്കുവാൻ ഒരു സ്ഥാപനമോ ഒരു രാജ്യമോ ഇല്ലായിരിക്കാം. ഒരു രീതിയിലും വെളിയിൽ വരുവാൻ പ്രതീക്ഷയില്ലാത്ത ഒരു കുടുക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കാം. ലോകത്തിലെ ഒരു മനുഷ്യനും സാങ്കേതിക വിദ്യയ്ക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരു വൻ കുടുക്കിൽപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. എന്നാൽ ഈ നിമിഷം നാളെ എന്ന ആ വാക്ക് നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ. നാളെ ആരില്ല എങ്കിലും നാളെ അറിയാവുന്ന ഒരു ദൈവം അവിടെയുണ്ട്. നമുക്ക് ആശ്വസിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവിക വാഗ്ദത്തങ്ങളില്ലാത്ത നാളെ എന്തിനാണുള്ളത്? ഇന്നലെ നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ എത്രയോ പേർ ഇന്ന് കൂടെയുണ്ട്. ഇന്നും ആകെ തെളിയിച്ചത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ? ദൈവിക സാന്നിധ്യമില്ലാതെ എന്താണിന്ന് നമ്മുടെ ജീവിതത്തിൽ സത്യമായുള്ളത്? അതുപോലെ തന്നെ നാളെയും മനുഷ്യൻ മാറും. മനുഷ്യരെല്ലാവരും പരിമിതികളുള്ളവരാണ്. കുറേ നാൾ നമ്മെ സഹായിക്കുവാൻ കൂടെ ഉണ്ടാകും. പിന്നെ അവർ അവരുടെ കാര്യങ്ങളിൽ കിടക്കും. 1-2 ആഴ്ച അവർ കൂടെ ഇരുന്ന് കരയും, വിളിക്കും, ആശ്വസിപ്പിക്കും, ബലം നൽകും. എന്നാൽ അവരും കുറേ കഴിയുമ്പോൾ മടുക്കും, തളരും, അകലും. അങ്ങനെയാണവർ. എന്നാൽ മടുക്കാത്തവൻ, മയങ്ങാത്തവൻ, മറക്കാത്തവൻ ദൈവം മാത്രമാണ്. ആ ദൈവം നമ്മുടെ ഭാവിയെ നോക്കി നമ്മോട് പറയുന്നു: നാളെ എന്നത് ദൈവം കൈകാര്യം ചെയ്തുകൊള്ളും. നാളെ ഓർത്ത് പ്രശംസിക്കുവാനോ നാളെ ഓർത്ത് ഭാരപ്പെടുവാനോ നാളെക്കുറിച്ച് ആകുലചിന്തരാകാനോ പാടില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 തിരുവചനത്തിൽ കർത്താവ് യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും?
ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിനും ഇവയിൽ ഒന്നിനോളം ചമയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ നാളുകളിൽ മുന്നോട്ടുള്ള ദിവസം പ്രതീക്ഷയോടുകൂടെ സ്വീകരിപ്പാൻ, ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ അത് ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ സമർപ്പിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.